ഹലോ ഗായ്സ്, ഈ വെളുപ്പാൻ രാവിലെ ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ? അതെ ഗായ്സ്, ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഒരു യാത്ര പോവുകയാണേ. പ്രോപ്പർ കൊല്ലം വരെയൊന്നും പോകണ്ട, കുളത്തൂപ്പുഴ വരെ ഒന്ന് പോയാൽ മതി കേട്ടോ. എൻ്റെ നാട്ടിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. മെയിനായിട്ടും ഇവിടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതാണ് കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്രം. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ലാസ്റ്റ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് മോൾക്ക് 2.5 വയസ്സാവുന്നു. ഇപ്പോഴാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നൊരു ക്ഷേത്രമാണ് ഇത്. വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമാണ് ഇത്. ഇനി എന്താ പറയുക, തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഒരല്പസമയം ക്ഷേത്രത്തിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറച്ച് നേരം ഒന്ന് അമ്പലത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം നമുക്ക് മാറി വരും കേട്ടോ. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് നന്നായിട്ട് തണുക്കും. എന്താ പറയുക, മോളതായി കുഞ്ഞിനെക്കുത്തൻ നിങ്ങളെയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കാണുന്ന എല്ലാവരെയാണ് മോളിങ്ങനെ ഒന്ന് കുഞ്ഞിനെക്കുത്തി കാണിച്ചിട്ടുള്ളത്. ഇതാ നമ്മുടെ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ തിരുമക്കളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയത് എവിടെയാണെന്ന് വെച്ചാൽ, എല്ലാവരും ഞങ്ങളുടെ ആ ഒരു ഭാഗത്തുള്ള എല്ലാവരും ജാതിമത ഭേദമന്യേ പോകാറുള്ളൊരു തെക്കാവാണ് ഇത്. ഇതാണ് ചന്ദനക്കാവ് തെക്കാപ്പള്ളി. മോൾ അവിടെയായിട്ട് നന്നായിട്ടൊന്ന് മിങ്കിളായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, അവളങ്ങനെ എല്ലായിടത്തും അങ്ങനെ ഇതേപോലെയൊന്നും ചാടിത്തുള്ളി നടക്കാറില്ല കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, അവൾക്ക് അവിടെയൊക്കെയൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. എൻ്റെ ചെറുതിൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് നേരെ വരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് തിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ മനസ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാറ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നിട്ട് നേരെ ഈ തെക്കാപ്പള്ളിയിലോട്ടാണ് വന്നത്. ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയൊരു പഴമാണ്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല വെയിലുണ്ടായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. നെടുമങ്ങാട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണേ. ഇതൊന്നും നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രം എടുത്ത് വെച്ചതാണ് കേട്ടോ. എല്ലാം ശരിയാകും. ഇതൊക്കെ നിങ്ങൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു. വീരചരിതം പാടും നേരം വന്നു തുടച്ചിടണേ. വില്ലാളി വീര